ജിന്നും ഷെയ്ത്താനും ഒന്നാണോ? ജിന്നും ഷെയ്ത്താനും ഒന്നാണോ എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. കാരണം വിശുദ്ധമായ ഖുർആനിൽ കാണാം, ഇബ്ലീസിനെ കുറിച്ച് പറഞ്ഞ ആ സന്ദർഭത്തിൽ കാനമിനൽ ജിന്നി ഫഫസഖ അൻ അംരി റബ്ബിഹി, ഇബ്ലീസിൽ ജിന്നിൽപ്പെട്ടവനാണ് എന്ന് വിശുദ്ധമായ ഖുർആനിൽ പറയുന്നത് കാണാം. അതേ ഖുർആനിൽ തന്നെ സൂറത്തുൽ ജിന്നിൽ വിശുദ്ധമായ ഖുർആൻ കേട്ടുകൊണ്ട് ഇന്നാ സമഅനാ ഖുർആനൻ അജബാ, ഖുർആൻ കേട്ട് അത്ഭുതപ്പെട്ട് മുസ്ലിമായ ജിന്നുകളെ സംബന്ധിച്ചും പറയുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ കൂട്ടത്തിൽ ചോദിച്ചിട്ടുണ്ട്, ഇബ്ലീസ് ജിന്നുകളുടെ പിതാവാണോ എന്ന്. അല്ല. അപ്പോൾ അതിലെ ഒരു വ്യത്യാസങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് കൃത്യമായി ബോധ്യപ്പെടും. ചില ഇമാമിയങ്ങൾ പറയുന്ന അഭിപ്രായ പ്രകാരം, കുറേ ഇമാമിയങ്ങളുടെ അഭിപ്രായം ഒരുമിച്ച് കൂട്ടിയിട്ടാണ് പറയുക, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ജിന്നിൽപ്പെട്ടവനാണ് എന്ന് ഖുർആനിലുണ്ട്. ജിന്ന് എന്നത് മനുഷ്യ വിഭാഗത്തിനെ പോലെ ഒരു വിഭാഗമാണ്, ഒരു വർഗമാണ്. മനുഷ്യരെ പോലെയുള്ള ചെറിയ വർഗമല്ല, വലിയൊരു വർഗമാണ്. ആ വർഗത്തിൻ്റെ മറ്റൊരു ഫർ ആണ്. ഫർ എന്ന് പറഞ്ഞാൽ മറ്റൊരു വിഭാഗം, ഒരു വർഗം പോലെ തന്നെയാണ്. ആ ജിന്ന് എന്ന വലിയ വിഭാഗത്തിൽ നിന്നും ഉപവിഭാഗമായി മാറിയ മറ്റൊരു വർഗം പോലെയാണ് ഷെയ്ത്താൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വർഗീകരിച്ച് ഷെയ്ത്താൻ എന്ന് പറയുന്ന വിഭാഗം, ആ ഷെയ്ത്താൻ എന്ന വിഭാഗത്തിൻ്റെ തലവനാണ്, പിതാവാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഒറ്റ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഇബ്ലീസും ഇബ്ലീസിൻ്റെ സന്താന പരമ്പരകളും ജിന്നിൽപ്പെട്ടവരാണെങ്കിലും അവരെ ഷെയ്ത്താൻ എന്നാണ് പറയപ്പെടുക. അവർ എപ്പോഴും കാഫിറുകൾ ആയിരിക്കും, നരകത്തിൽ ആയിരിക്കും. അവരിൽ നിന്നും നല്ലവരും ചീത്തയായവരും എന്ന ഒരു വിഭാഗം ഇല്ല. എല്ലാവരും ചീത്തയായവർ തന്നെയാണ്. അവരുടെ യഥാർത്ഥ ഉദ്ദേശം മനുഷ്യരെ വഴിതെറ്റിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ്. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ആ ഒരു വിഭാഗം നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് കിതാബുകളിൽ നിന്ന്. മറ്റേത് ജിന്ന് വിഭാഗം. ആ ജിന്ന് വിഭാഗത്തിൽ നല്ലവരും മോശപ്പെട്ടവരും ഒക്കെ ഉണ്ടാവും, സാധാരണ മനുഷ്യരിൽ ഉണ്ടാവുന്നത് പോലെ. മോശപ്പെട്ടവരെ പിശാജ് എന്ന് ഷെയ്ത്താൻ എന്ന ഗണത്തിൽപ്പെടുത്തൂല. പക്ഷെ നമ്മൾ മനുഷ്യരിൽ ചിലർ ഇബാദത്തും കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും തെറ്റുകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. എന്ന പോലെ ആ ജിന്നിൻ്റെ വിഭാഗത്തിലും നല്ലതുപോലെ സ്വാലിഹായ ഔലിയാക്കന്മാരുണ്ടാകും, മഹാന്മാരുണ്ടാകും. നമുക്കറിയാമല്ലോ, പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് സുലൈമാൻ നബിയുടെ ഖാദിമീങ്ങളായിരുന്ന ജിന്നുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗൗസുൽ ആദം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹു, അവരുടെ വസീറന്മാർ, അവരുടെ സഹായികളായിട്ട് ജിന്നുകളുണ്ടായിരുന്നു. അത് സുലൈമാൻ നബിയുടെ കാലത്തുള്ള ജിന്നുകളാണ് എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. കാരണം ജിന്നുകൾക്ക് ദീർഘകാലത്തെ ആയുസ്സുണ്ടാവും. ഇപ്പോൾ സുലൈമാൻ നബിയുടെ കാലത്തുള്ള ജിന്നുകളായിരുന്നു മൊഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അവിടുത്തേക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തിരുന്നത് എന്നും കാണാം. അത് ഖുത്ബിയത്തിൽ അത് പറയുന്നുണ്ട്. ഹഷ്തഷ് ലഹ്കൂഷ് വ അഹ്മർ വ ശൗഗാൽ വ കഷ്കഷ് ലയൂഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഖുത്ബിയത്തിൻ്റെ ആരംഭത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. അപ്പോൾ അവർ 9 പേരോ 11 പേരോ എന്തോ ആണ്. അപ്പോൾ അങ്ങനെ സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാരായ ജിന്നുകളും ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട്. അതേപോലെ മനുഷ്യരിലുള്ളതുപോലെ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്നതിന് പുറമെ സാഹചര്യങ്ങൾ കൊണ്ട് തെറ്റുകളും കുറ്റങ്ങളും അതുപോലെ തെറ്റുകളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാധാരണ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളെ പോലെയുള്ള ജിന്നുകളും ഉണ്ടാവും. പക്ഷേ അവരിൽ നിന്നും തെറ്റ് ചെയ്യുന്നവരെ ഷെയ്ത്താൻ എന്ന് പറയുകയില്ല, ഷെയ്ത്താൻ വിഭാഗത്തിൽ പെടുത്തുകയില്ല. ഷെയ്ത്താൻ എന്നുള്ളത് ജിന്നിൽ നിന്നുള്ള മറ്റൊരു
ഭാഗമെന്നല്ല, മറ്റൊരു വർഗം തന്നെയാണ്. ജിന്ന് എന്ന വലിയ വർഗത്തിൻ്റെ മറ്റൊരു ഉപഭാഗമായാണ് ഇബ്ലീസിനെയും ഇബ്ലീസിൻ്റെ സന്താന പരമ്പരകളായ ഷെയ്ത്വാനിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർ ഖാലിദം ഫീഹ അബദ, നരകത്തിലാണ് എപ്പോഴും അവർ നന്മയിലേക്ക് തിരിച്ചു വരിക എന്ന ഒരു പോസിബിലിറ്റി അവരിൽ ഇല്ല എന്നതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ജിന്ന് എന്ന് പറയുമ്പോൾ ജിന്നുകളുടെ പിതാവ് ജാൻ എന്ന് പറയുന്ന ജിന്നാണ്, ഇബ്ലീസ് അല്ല. ഷെയ്ത്താന്മാരുടെ പിതാവ് ഇബ്ലീസ് ആണെങ്കിൽ ജിന്നുകളുടെ പിതാവ് ജാൻ എന്ന് പറയുന്ന ഇബ്ലീസാണ്, ജാൻ എന്ന് പറയുന്ന ജിന്നാണ്. അവരുടെ പരമ്പരയിൽപ്പെട്ടവരാണ്. അവരിൽ സ്വാലിഹീങ്ങളുമുണ്ട്, നല്ലവരുമുണ്ട്, ചീത്തയായവരും ഒക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ മനുഷ്യരുമായി ഇവർ സഹവസിക്കുമോ എന്നതിനെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരുമായി സഹവസിക്കുക എന്നത് വളരെ കുറവാണ്. മനുഷ്യരുമായി സഹവസിക്കാൻ വേണ്ടി കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് മോശപ്പെട്ട ജിന്നുകൾ ആയിരിക്കും ഒന്ന്. രണ്ടാമത്തത്, ജിന്ന് വിഭാഗത്തിലെ തന്നെ ഷൈത്താന്മാരും ആയിരിക്കും കൂടുതലും സഹവസിക്കാൻ ആഗ്രഹിക്കുകയും ഇടപഴകാൻ വേണ്ടി വരികയും ചെയ്യും. ജിന്നുകളിലെ സ്വാലിഹീങ്ങൾ അവർ കൂടുതലും അവരുടേതായ ഇബാദത്തും കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രമായിരിക്കും. അതല്ലെങ്കിൽ അവർ ചെല്ലുന്നത് സ്വാലിഹീങ്ങളുടെയും സച്ചരിതരായ ഔലിയാക്കന്മാരുടെയും ഒക്കെ സവിധത്തിലായിരിക്കും. അപ്പോൾ ഇബ്ലീസ്, ചുരുക്കത്തിൽ ഇബ്ലീസ് അല്ല ജിന്നുകളുടെ പിതാവ്. ജിന്നുകളുടെ പിതാവ് ജാൻ ആണ്. ജിന്ന് വിഭാഗത്തിൻ്റെ മറ്റൊരു ഉപവിഭാഗമാണ്, ആ ഉപവിഭാഗത്തിൽപ്പെട്ടവരാണ് ഷെയ്ത്താനും ഷെയ്ത്താനിൻ്റെ പിതാവായ ഇബ്ലീസും. അങ്ങനെയാണെങ്കിൽ തന്നെ അവരിൽ നിന്നും മുസ്ലിം അല്ലെങ്കിൽ നന്നാവുക എന്ന ഒരു സാഹചര്യം ഇല്ല. എപ്പോഴും അവർ കാഫിര്യങ്ങൾ തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായിട്ടും അവരെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ്.